അത്ഭുതങ്ങളുടെയും അതിശയങ്ങളുടെയും ഒറ്റ കൂടാരമാണ് സർക്കസ്. എത്രയോ സർക്കസ് കൂടാരങ്ങൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ തമ്പടിച്ച കാലമുണ്ടായിരുന്നു. കേരളത്തിന്റെ സർക്കസ് പെരുമ കടൽ കടന്നതും ചരിത്രം. മെയ്വഴക്കത്തിന്റെ വിസ്മയ കാഴ്ചയാണ് സർക്കസ്. കാലം മാറി. സർക്കസിലെ മുഖ്യ ആകർഷണമായിരുന്ന മൃഗങ്ങൾ തമ്പിന് പുറത്തായി. സർക്കസിന്റെ പഴയ പ്രതാപത്തിന് മങ്ങലേറ്റു. ഇന്ന് തമ്പിലെ ജീവിതങ്ങൾ എങ്ങനെയാണ്? പുതിയ കാലത്തിന്റെ മാറ്റങ്ങളിൽ സർക്കസിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഒരന്വേഷണം. ദ ഷോ മസ്റ്റ് ഗോ ഓൺ. എത്രയോ തലമുറകളുടെ കൗതുകത്തിന്റെ പേരാണ് സർക്കസ്. ഈ മൊബൈൽ ഫോണുകൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതിന് ഒക്കെ മുൻപ് ഒരിക്കലെങ്കിലും സർക്കസ് കാണാൻ കൊതിക്കാത്ത, അതിനായി വാശി പിടിക്കാത്ത ഒരു ബാല്യവും കേരളത്തിലുണ്ടാവില്ല. ഇപ്പോൾ പല ജില്ലകളിൽ പല ഭാഗങ്ങളിലായി സർക്കസുകൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് റിങ്ങിലെ ജീവിതങ്ങൾ? ആ വർണ്ണം ഇപ്പോഴുമുണ്ടോ? നിറപ്പകിട്ടാർന്ന വസ്ത്രങ്ങൾ, അത്ഭുതപ്പെട്ടു പോകുന്ന അഭ്യാസ പ്രകടനങ്ങൾ, ചിരിപ്പിക്കാൻ ജോക്കർമാർ, കലാകാരന്മാരുടെയും കലാകാരികളുടെയും തത്സമയ പ്രകടനം. സർക്കസ് ഇങ്ങനെയൊക്കെ ഇപ്പോഴും മുന്നോട്ടു പോവുകയാണ്. എങ്കിലും പ്രതാപം നഷ്ടമായ തറവാടിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓരോ കൂടാരങ്ങളും. ടെക്നോളജിയുടെ വലിയ വളർച്ചയുള്ള കാലത്ത് ആളുകളെ കൂടുതലായി ആകർഷിക്കാൻ എന്ത് ചെയ്യണമെന്ന് തിട്ടമില്ലാതെ കഴിയാവുന്നതിന്റെ പരമാവധി അഭ്യാസങ്ങളുമായി നമ്മുടെ സർക്കസ് റിങ്ങുകൾ. തലശ്ശേരിയിൽ പിറവിയെടുത്ത സർക്കസ് കേരളത്തിന്റെ പൈതൃകത്തിൽ മായ്ച്ചു കളയാൻ കഴിയാത്ത ഏടാണ്. പക്ഷേ ഈ ജോലിയിൽ നിന്ന് മലയാളികൾ പാടെ വിട്ടുപോയി എന്ന് പറയാം. ഗ്രേറ്റ് ബോംബെ സർക്കസിലുള്ളത് ഒരേ ഒരു മലയാളി കലാകാരി ബേബി. നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഫസ്റ്റ് കുറേ ഉണ്ടേനു, പക്ഷേങ്കിൽ ഇപ്പോൾ ആരും ഇങ്ങനെ ചെയ്യുന്നില്ല. എല്ലാവരും വിട്ടിട്ട് വേറെ വേറെ സ്ഥലത്ത് പണിയെടുക്കുന്നതാണ്. ഇപ്പോൾ അത്ര സർക്കസിൽ കേരളക്കാരില്ല. അത് ഞാനൊന്നും ഉള്ളതുകൊണ്ട് പിന്നെ ആരും ഇല്ല. ഇങ്ങനെ 107 പേരാണ് ഈ സർക്കസ് ക്യാമ്പിലുള്ളത്. മറ്റെല്ലാവരും കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ഉള്ളവർ. വിദേശികളെ കൂടുതലായി കൊണ്ടുവന്നത് സർക്കസിൽ സംഭവിച്ച വലിയ മാറ്റം. ഒരാൾക്ക് ഒരു ദിവസം 3000-ഓളം രൂപയും മറ്റെല്ലാ ചിലവുകളും നൽകുന്നു. കുറേ ആളുകൾക്ക് സർക്കസ് കൂടാരത്തിനോട് ചേർന്ന് തന്നെ താമസവും ഒരുക്കും. സർക്കസ് നടത്തിപ്പിനുള്ള ഒരു ദിവസത്തെ മുഴുവൻ ചിലവ് 1 ലക്ഷത്തിന് മുകളിൽ. ചില ദിവസങ്ങളിൽ നഷ്ടം. ശനി ഞായർ ദിവസങ്ങളിൽ ലഭിക്കുന്ന ലാഭം കൊണ്ടുവേണം ഈ നഷ്ടം കൂടി നികത്താൻ. 150, 300, 500 എന്നിങ്ങനെ ടിക്കറ്റ് നിരക്ക്. ഞങ്ങൾക്ക് ഈ വെക്കേഷൻ കഴിയുന്നതിന് 500 രൂപ ടിക്കറ്റാണ് ഫസ്റ്റ് ഫുള്ളായിരുന്നത്. ശനിയും ഞായർ ദിവസങ്ങളിൽ 500 രൂപ ടിക്കറ്റിന് ഫസ്റ്റ് ഫുള്ളായിരുന്നു. അതായിരുന്നു എന്നുവെച്ചാൽ ജനങ്ങൾക്ക് ഇന്നും ഫ്രണ്ടിലിരുന്നാണ് സർക്കസ് കാണാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇനിയും മാറ്റങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്. പക്ഷേ ഞങ്ങളുടെ പരിധിക്കുള്ളിൽ ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് വലിയ ബുദ്ധിമുട്ടുകൾ. നായകളെ മാത്രമാണ് റിങ്ങിൽ ഉപയോഗിക്കുന്നത്. കരടിയെയും ചിമ്പാൻസിയെയും പോലെ മനുഷ്യർ തന്നെ വേഷമിടും. ആളുകൾ വരുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ഗ്രൗണ്ടുകളില്ലാത്തതും ഇന്നത്തെ കാലത്തിന്റെ പ്രതിസന്ധി. ജനിച്ച കാലം മുതൽ കാണുന്ന സർക്കസിനപ്പുറം ഇനിയൊരു ജീവിതമില്ല ജോക്കർ വേഷമിടുന്ന മുത്തുവേലുവിനും. ഒരു 56 കൊല്ലമായി സർക്കസിൽ. ജനിച്ചത് സർക്കസിലാണ്. അങ്ങനെ സർക്കസ് തന്നെ അച്ഛനമ്മയൊക്കെ സർക്കസിലാണ് ആദ്യം. അങ്ങനെ ജനിച്ച് സർക്കസിൽ, പഠിപ്പൊക്കെ സർക്കസിലാണ്. കൃത്യമായ പരിശീലനത്തിന്റെ മികവ് റിങ്ങിലെ ഓരോ താരത്തിലും കാണാം. ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് പറയാനുള്ളത്: കുട്ടികളൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ ഈ പ്രായത്തിലാണ് അവസാനം സർക്കസ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വലുതായപ്പോൾ കുട്ടികളെ ഒന്ന് കാണിക്കണം തോന്നി. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അവരുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഓർത്ത് സങ്കടം തോന്നി. ശരിക്കും കുറച്ച് പേരെ കാണാനെത്തിയിട്ടുള്ളൂ. ഇത്രയും പേർക്ക് വേണ്ടി അവർ കഷ്ടപ്പെടണ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. ഒരു തുടർച്ചയായിട്ട് ഒരു ബോറിംഗ് വരാത്ത വിധത്തിൽ നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സിസ്റ്റം ഒക്കെ മാറിയപ്പോൾ കേരളത്തിൽ 3 സർക്കസ് കമ്പനികളാണ് നിലവിലുള്ളത്. ഗ്രേറ്റ് ബോംബെ, ജെമിനി, ജംബോ സർക്കസുകൾ. ഒരു നൊസ്റ്റാൾജിയ എന്നും മലയാളിക്ക് സർക്കസിനോടുണ്ട്. അതിനുമപ്പുറം ഈ കൂടാരത്തെ നമുക്ക് ചേർത്ത് പിടിക്കണം. പുതിയ മാറ്റങ്ങൾ ജനകീയമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ, അത് സർക്കാർ തലത്തിൽ ഉൾപ്പെടെ കുറേ മനുഷ്യരുടെ ജീവൻ പണയം വെച്ചുള്ള ഈ കഠിനാധ്വാനം അത് അരികു ചേർന്ന് പോകേണ്ടതല്ല. VS രാഹുലിനൊപ്പം വിപിൻ സി വിജയൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.
നിരവധി പ്രേക്ഷകരാണ് ഈ സർക്കസുമായി ബന്ധപ്പെട്ട വാർത്തയോട് പ്രതികരിക്കുന്നത്. രവികുമാർ PB പറയുന്നു, പണ്ട് എറണാകുളത്ത് എല്ലാ വർഷവും സർക്കസ് ഉണ്ടായിരുന്നു. ജെമിനി സർക്കസ്, ഭാരത് സർക്കസ്, അങ്ങനെ ഒരുപാട് പേരുടെ ഉപജീവന മാർഗമായിരുന്നു ഈ സർക്കസ് എന്ന കാര്യം. ആശാ സിംഗപ്പൂർ പറയുന്നു, പണ്ടൊക്കെ സർക്കസ് വരുന്നത് കാത്തിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കാണുമ്പോൾ അതൊക്കെ ഓർമ്മ വരുന്നു എന്ന കാര്യം. സൈദലവി ചോദിക്കുന്നു, ഈ സർക്കസ് ഇപ്പോൾ ആര് കാണുന്നു? ഇപ്പോൾ ടൂർ മാത്രം എന്ന നിലയിൽ. അങ്ങനെ ഈ സർക്കസുമായി ബന്ധപ്പെട്ട് സർക്കസ് കലാകാരന്മാർ നേരിടുന്ന പ്രതിസന്ധി, സർക്കസ് മേഖല തന്നെ നേരിടുന്ന പ്രതിസന്ധി, ഇതേക്കുറിച്ചാണ് വിപിൻ C വിജയൻ വിശദീകരിച്ചത്. ഏതായാലും ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ നിരവധി പേർ ചിരിപ്പിക്കുന്നതിനും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരെ അമ്പരപ്പിക്കുന്നതിനും വിസ്മയം തീർക്കുന്നതിനുമൊക്കെയുള്ള കലാകാരന്മാർ ഈ സർക്കസ് തമ്പുകളിലുണ്ട്, ആ കൂടാരത്തിലുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോഴും അവരുടെ ദുഃഖത്തെക്കുറിച്ച് പറയുവാൻ അവർക്ക് കഴിയുന്നില്ല, അവരുടെ വേദനകൾ വിവരിക്കാൻ കഴിയുന്നില്ല. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ സർക്കസ് മേഖല കടന്നുപോകുന്നത്. തീർച്ചയായും മലയാളികൾ ഈ AI കാലത്തും ഗെയിംസിനും മൊബൈൽ ഗെയിംസിലുമൊക്കെയായി ജീവിതം അങ്ങനെ ഒഴിഞ്ഞു വെക്കുമ്പോഴും ഈ വിനോദ ഉപാധികളെ, ഈ സർക്കസ് പോലുള്ള കലാമേഖലയെ, ആ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അടുത്തൊക്കെ സർക്കസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയി കാണുന്നതിനും പ്രേക്ഷകർ തയ്യാറാവേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.